സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടിഫർ 2024 ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്സ് തന്നെ വരുന്ന ഒരു ചോദ്യമാണ്. ഇത് സ്പെറിക്കൽ ഹാർമോണിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത് തൊട്ട് സ്പെറിക്കൽ ഹാർമോണിക്സിനെ കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. അപ്പം ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് XY Z is described by the normalized wave function. Wave function is psi of XY Z equal to alpha raised to 5/2 divided by root pi Z e raised to minus alpha root of x square plus y square plus z square. For this state, what are the angular momentum, angular constant number L, L square and L is respectively. അപ്പോൾ നമുക്കിവിടെ അറിയാം, നമ്മളിതിനെ സ്പെറിക്കലോട്ട് മാറ്റണം. ഇപ്പോൾ സ്പെറിക്കലോട്ട് മാറ്റുമ്പോൾ നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്ന ആർ കോസ് തീറ്റയാണ് അല്ലേ. ആർ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. ഇതറിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഡിവൈഡ് ബൈ റൂട്ട് ബൈ ഇസഡിനെ നമുക്ക് ആർ കോസ് തീറ്റ എന്ന് എഴുതണം. ഇ റേസ് ടു മൈനസ് ആൽഫ ആർ എന്ന് എഴുതണം. അപ്പോൾ ഇത് നോക്കുന്നത് ദിസ് ഇസ് പ്രൊപ്പോർഷണൽ ടു കോസ് തീറ്റയാണ്. സ്പെറിക്കൽ ഹാർമോണിക്സ് പ്രകാരം y00 ഇത് ഓഫ് ദി ഫോം YL/ML എന്നാണ്. ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ y00 1/√π ആണ്. y10 എന്ന് പറയുന്നത് √3/4π കോസ് തീറ്റയാണ്. അങ്ങനെ കുറച്ച് സ്പെറിക്കൽ ഹാർമോണിക്സ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ. നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇതെന്താണ്, എല്ലിൻ്റെ സ്ഥാനത്ത് 1 ആണ്, MLൻ്റെ സ്ഥാനത്ത് 0 ആണ്. അപ്പോൾ നമുക്ക് എല്ലിൻ്റെ വാല്യൂ കിട്ടി 1. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഈ ഓപ്ഷൻ എയും സിയും ആണ്. നമുക്കറിയാം എൽ സ്ക്വയറിൻ്റെ വാല്യൂ ആക്ടിങ് ഓൺ L/ML എന്ന് പറയുന്നത് L × L+1 h² L/ML ആണ് അല്ലേ. ആൻഡ് LZ ആക്ടിങ് ഓൺ L/ML എന്ന് പറയുന്നത് L സ്ക്വയർ ആംഗുലർ മൊമെൻ്റ് ഓപ്പറേറ്റ് LZ Z കമ്പോണൻറ്റ് ഓഫ് ആംഗുലർ മൊമെൻ്റ് ആണ്. ഇതെല്ലാം നമ്മൾ പറയും ക്വാണ്ടം മെക്കാനിക്സ് എടുക്കുമ്പോൾ. ML × h L/ML. അപ്പോൾ എൽ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? L × L+1 h² ആണ്, അതായത് 2h² ആണ്. ആൻഡ് LZൻ്റെ വാല്യൂ ML × h ആണ്, ദാറ്റ് ഈസ് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1, L = 1, L സ്ക്വയർ = 2h², LZ = 0. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. കണ്ടില്ലേ, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് വന്നേക്കുന്നത് 2024. ഈ സ്പെറിക്കൽ ഹാർമോണിക്സിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചും അതിനെക്കുറിച്ചൊരു നല്ല ധാരണ വേണം. ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ.